ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വിഷു ദിവസത്തെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ്. കഴിഞ്ഞ വീഡിയോ വിഷുവിൻ്റെ തലേ ദിവസത്തെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. അപ്പോൾ അത് കാണാത്തവരൊന്ന് പോയി കാണണേ. അപ്പോൾ എല്ലാ വീട്ടിലെയും പോലെ ആ ദിവസം ഞങ്ങളുടെ വീട്ടിലും അമ്മയാണ് രാവിലെ എണീറ്റ് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് ഞങ്ങളെല്ലാവരെയും കണി കാണിക്കുന്നത്. എന്നിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങിച്ചിട്ടാണ് നമ്മൾ അന്നത്തെ ദിവസം തുടങ്ങുന്നത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വിഷു ആണ്. എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ വിഷു ദിനാശംസകൾ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ കണിയൊക്കെ കണ്ട് കൈനീട്ടമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഇനി ചേച്ചിയും കുട്ടികൾ ഇച്ചിരി കഴിയുമ്പോൾ വരും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഏതാണ്ട് ഇഡലിയും സാമ്പാറും ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനും ചേട്ടായി അമ്പലത്തിലൊന്ന് പോയിട്ട് വരാമെന്ന് കരുതി. അപ്പോൾ ഇവിടെ അടുത്തുള്ള അമ്പലത്തിലൊന്ന് പോയിട്ട് വരാം. അപ്പോൾ എന്തെങ്കിലും നല്ലൊരു ദിവസമാണ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെന്താ, അപ്പം അമ്പലത്തിൽ പോയിട്ട് വരാം. ഇന്ന് ഞാൻ പറഞ്ഞു 2 ദിവസത്തെ ഒരു ക്ലിപ്പിങ്സ് ഇതിനകത്ത് ചേർക്കണം. ഇന്ന് അധികം ഒന്നും കാണത്തില്ല. നമ്മൾ അമ്പലത്തിൽ പോകുന്നു, വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, സദ്യ ഒരുക്കുന്നു, സദ്യ കഴിക്കുന്നു. പിന്നെ വൈകിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ പറ്റുകയാണെങ്കിൽ അതിന് പോകണം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ പിന്നെ ഇവിടെ വരാൻ വേറെ ആരുമില്ല. ചേച്ചിയും കുട്ടികളും അവരൊക്കെ തന്നെ വരത്തുള്ളൂ. പിന്നെ എൻ്റെ വീട്ടിലൊന്ന് പോകണം. അത്രയൊക്കെ തന്നെ ഇന്നത്തെ ദിവസം. അപ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആവട്ടെ. ഞാനപ്പോൾ ഇന്ന് മറ്റേ പുതിയ ചുരിദാർ ഇടാന്ന് വെച്ചാൽ ഇന്നലെ ഇടാൻ പറ്റിയില്ലല്ലോ, കല്യാണത്തിന് പോകാനായിട്ട് സ്റ്റിച്ച് ചെയ്തതായിരുന്നു. അപ്പോൾ അതിന് പോകാൻ പറ്റി. അപ്പോൾ ഞാൻ ഇട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോകുമ്പോൾ എന്തായാലും വിഷുവായിട്ട് പുതിയ ഉടുപ്പിടാം എന്ന് വെച്ച്. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം. അപ്പോൾ ഞാനും ചേട്ടായും കൂടെ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയായി. നമ്മുടെ അടുത്തുള്ള അമ്പലം തന്നെ കേട്ടോ, ഒരു 5 മിനിറ്റ് മതി വണ്ടിയിൽ. ഇപ്പോൾ ഇത് ഞാൻ പഠിച്ച സ്കൂൾ, ആര്യർ സ്കൂൾ, അതിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലമാണ് ഇത്, കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം. അപ്പുറത്ത് തന്നെ കൃഷ്ണൻ്റെ ക്ഷേത്രമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ പോയി തൊഴുത് തിരിച്ച് വന്ന് വീട്ടിൽ പോയി വീട്ടിൽ ചേച്ചിക്കും കുഞ്ഞാപ്പിക്കും അമ്മയ്ക്കും ഒക്കെ കൈനീട്ടം കൊടുത്ത്. അപ്പോൾ അച്ഛനും ഒക്കെ ഹോട്ടലിലാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ഹോട്ടലിലോട്ട് പോയി. അപ്പോൾ അവിടെ അപ്പച്ചിയും ഉണ്ടായിരുന്നു. പിന്നെ അവർക്കും കൈനീട്ടമൊക്കെ കൊടുത്ത് അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ അച്ഛനും പറയും എൻ്റെ കാല് പിടിക്കുന്നൊക്കെ പറഞ്ഞ് കാല് പിടിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി, എല്ലാവർക്കും കൈനീട്ടമൊക്കെ കൊടുത്ത് ഇനിയിപ്പോൾ ചേച്ചിയും പിള്ളേരും കൂടെ വരാനുള്ളൂ. അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഇപ്പോൾ 9:30 ആകുന്നു. വിശന്നിട്ടൊരു തരത്തിൽ വയ്യ. അപ്പോൾ ഒബ്വിയസ്ലി ഇന്ന് ഇഡലി സാമ്പാറാണ്. നമ്മുടെ ഇവിടെ വിശേഷ ദിവസങ്ങളിൽ മിക്കവാറും ഇഡലി സാമ്പാറും ആയിരിക്കും. അല്ലെങ്കിൽ ഇഡലി സാമ്പാർ ഉണ്ടാക്കാറുണ്ട്, എന്നാലും നമ്മൾ ഇഡലി സാമ്പാറാണ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും ഇഡലി സാമ്പാറൊക്കെ കഴിച്ചിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറണം, എന്നിട്ട് കാണാം. അപ്പോഴേക്കും അച്ഛൻ വീട്ടിൽ വന്നായിരുന്നു കേട്ടോ, എല്ലാവർക്കും കൈനീട്ടം തരാൻ വേണ്ടി. അപ്പോൾ അച്ഛനും ഇഡലി കൊടുത്ത് ഞങ്ങളും ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഇനി അങ്ങോട്ട് സദ്യ പ്രിപ്പറേഷനാണ്. നമ്മൾ ഉച്ചയ്ക്ക് ചെറിയൊരു സദ്യ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഞാനും അമ്മയും കൂടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സമയമാണ് കേട്ടോ, നമ്മൾ സംസാരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നേരത്തെ തുടങ്ങി നേരത്തെ എല്ലാം ചെയ്ത് വെക്കുകയാണെങ്കിൽ ചേച്ചിയും അവരൊക്കെ വരുമ്പോൾ അവരുടെ കൂടെ അങ്ങ് ഇരിക്കാമല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ നേരത്തെ തന്നെ ഒരുമാതിരി പണിയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. ഞങ്ങൾ നേരത്തെ ജോലിയൊക്കെ തീർത്തായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഒരു മോഡേൺ കിച്ചണല്ല, ഒരു പഴമയുള്ള പഴയൊരു കിച്ചണാണ്. അപ്പോൾ അതിൻ്റേതായ കുറവുകൾ, അതായത് നമ്മൾ അടുപ്പും യൂസ് ചെയ്യും. നമ്മൾ ചോറ് വെക്കാനും കുടിവെള്ളം വെക്കാനും അടുപ്പ് യൂസ് ചെയ്തിട്ടാണ്, അടുപ്പിലാണ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ പുകയും കരിയൊക്കെ അവിടെ ഇവിടെയും കാണും. പിന്നെ അതുമാത്രമല്ല ലൈറ്റിങ്ങും ഇത്തിരി കുറവാണ്. അപ്പോൾ അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. ലാസ്റ്റ് കറിയൊക്കെ കാണിക്കണമെന്ന് വിചാരിച്ചു, അത് വിട്ടുപോയി. അപ്പം നമ്മൾ തോരൻ, സാമ്പാർ, മോര്, അവിയൽ, പച്ചടി, പിന്നെ ഓലൻ, അച്ചാർ, പപ്പടം, അങ്ങനെയുള്ള ഓൾമോസ്റ്റ് കറിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഫ്രീ ആയി. അപ്പം നമ്മുടെ പണി ഏകദേശം കഴിഞ്ഞല്ലേ അമ്മ? എന്നൊക്കെ ഉണ്ടാക്കിയെന്ന് കാണാം. ഇനി പപ്പടം കാച്ചാനുണ്ട്. പിന്നെന്താ മോള? പായസം റെഡിയാക്കണം, അത്രയുള്ളൂ. പായസം ഇപ്പം അമ്മ അടപ്രഥമൻ ഉണ്ടാക്കാൻ പോവാം. അപ്പം അങ്ങനെ വിഷുവിൻ്റെ സദ്യ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ചേച്ചിയൊക്കെ വരട്ടെ, അവർ വന്നില്ല ഇതുവരെ, അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, എന്നിട്ട് നമുക്ക് കഴിക്കാം. അപ്പോഴേക്കും എൻ്റെ ചേച്ചിയും കുട്ടികളൊക്കെ എത്തി. അപ്പോൾ നമ്മൾ ഓരോന്ന് സംസാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ചേട്ടാ ഇന്നലെ വാങ്ങിച്ച പടക്കമൊക്കെ അൺബോക്സ് ചെയ്യുകയാണ് അച്ചുക്കുട്ടൻ. അവന് പടക്കമെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ്. അപ്പോൾ ഞാൻ എൻ്റെ ത്രെഡൊന്ന് ചെയ്യിക്കണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാളായി. ചേച്ചിയാകുമ്പോൾ നല്ല വേദനയില്ലാതെ പയ്യെ എടുത്ത്, എനിക്ക് വൈകിട്ടാണ് ഒരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ ചേച്ചിനെ കൊണ്ട് ചെയ്യിക്കുമായിരുന്നു. എനിക്ക് വൈകുന്നേരം ഒരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ചേച്ചി നന്നായിട്ട് ചെയ്തു തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചേച്ചിനെ കൊണ്ട് ചെയ്യിച്ചേ. അധികം മറ്റേ ഫേസ് റേസർ വെച്ചൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ഇച്ചിരി വേദന എടുക്കും. അപ്പോൾ അവൻ്റെ അത്രയും നിന്ന് ചെയ്യാനുള്ള ഇതൊന്നും ഇല്ല എനിക്കിപ്പോൾ. അതായിട്ടുണ്ട്. അപ്പോൾ ഇനി സദ്യ കഴിക്കട്ടെ, സദ്യ വിളമ്പാൻ പോവാം, സദ്യ കഴിച്ചിട്ട് വരാം.
അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ സദ്യ കഴിക്കാനുള്ള ഒരുക്കത്തില്ല. അപ്പോൾ എല്ലാവരും താഴെ ഇരുന്നാണ് കഴിച്ചേ. എനിക്ക് താഴെ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ മേലെ ഇരുന്നാണ് കഴിച്ചേ. നമ്മുടെ അവിയൽ വന്നു, ഓലൻ വന്നു, അച്ചാർ വന്നു, തോരൻ വന്നു, മെഴുക്ക് പുരട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം വന്ന് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ച് ചെറിയൊരു സദ്യ. അപ്പോൾ പായസം ഉണ്ടായിരുന്നു, അടപ്രഥമനായിരുന്നു. അപ്പോൾ അത് ഇത്രയും പേരാണ്. ചേട്ടായി വന്നില്ല, ഉച്ചയ്ക്ക് ചേട്ടായി ഗസ്റ്റ് ഉള്ളതുകൊണ്ട് ചേട്ടായി വന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ചേച്ചിയുടെ വണ്ടിയിൽ പെട്രോൾ തീർന്നു. അപ്പോൾ തിരിച്ചു പോകാൻ നോക്കിയപ്പോൾ പെട്രോൾ ഇല്ല. അപ്പോൾ പമ്പാണ് അടച്ചിട്ടേക്ക് വിഷുവായിട്ട്. അപ്പോൾ ചേട്ടായി ആണെങ്കിൽ ബോട്ടിലൊഴിക്കാനായിട്ട് ക്യാനിൽ എടുത്ത് വെച്ചേക്കും. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ കുറച്ച് എടുക്കാനായിട്ട് നമ്മൾ പുന്നോട് വരെ പോയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതേ വൈകുന്നേരം ആയപ്പോൾ ചേച്ചിയും പിള്ളേരും ഒക്കെ ഇറങ്ങാൻ നിൽക്കുകയാണ്. അവനാണ് പടക്കം പൊട്ടിക്കാഞ്ഞിട്ട് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ അവൻ അതുകൊണ്ട് വേഗം പോവുമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ റിനീഷേട്ടനും ഡുണ്ടും തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിനീഷേട്ടൻ പറഞ്ഞാൽ പെട്ടെന്ന് ഒരുങ്ങി നിൽക്കുക, നമുക്കൊന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരുങ്ങി നമ്മൾ നേരെ പോയിട്ട് സുതിയോലോട്ടാണ്. അവിടെ നിന്ന് റിനീഷേട്ടൻ ഒരു ഡ്രസ്സ് എടുക്കാൻ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല സമ്മർ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാനൊന്നും എടുത്തില്ല, എനിക്ക് കഴിഞ്ഞ ദിവസമല്ലേ റിനീഷേട്ടൻ പറഞ്ഞാൽ എടുത്തതെന്ന് പറഞ്ഞ് ഞാനൊന്നും എടുത്തില്ല. അപ്പോൾ പിന്നെ നമ്മളിതേ നമ്മുടെ ഈ മേക്കപ്പ് ഏരിയയിലോട്ട് പോയി. അത്യാവശ്യം നല്ല ഷെയ്ഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ചപ്പൽസും ഉണ്ടായിരുന്നു 299. പിന്നെ ഞാൻ ഒരു ഷീറ്റ് മാസ്കും ഒരു ബോഡി സ്പ്രേയും എടുത്ത്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി കുഞ്ഞാപ്പീനെയും ഡുണ്ടുവിനെയും ഒക്കെ കണ്ട്. അവർ അന്ന് തന്നെ തൃശ്ശൂർ തിരിച്ചു പോയായിരുന്നു. ഡുണ്ടു ചെറിയ കരച്ചിലൊക്കെ ആയിരുന്നു പോകുന്നതിന്. അങ്ങനെ അവർ തൃശ്ശൂരൊക്കെ പോയി, ഞാൻ വീട്ടിലും വന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമുക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഹൗസ് ബോട്ടിൽ വെച്ചായിരുന്നു, ചെറിയൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതും അറ്റൻഡ് ചെയ്തു. ചേട്ടായിയുടെ ഫ്രണ്ടിൻ്റെ ഇളയ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു, സെക്കൻഡ് ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മേളിൽ വെച്ച് അപ്പർ ഡെക്കിൽ വെച്ചായിരുന്നു ഫംഗ്ഷൻ. നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല, ഞാൻ നേരത്തെ കഴിച്ചു. ചേട്ടായും ഫ്രണ്ട്സും കൂടെ അതൊക്കെ കഴിഞ്ഞ് കഴിച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വന്നു. വരുന്ന വഴിക്ക് കുറച്ച് പടക്കവും കൂടെ വാങ്ങിച്ചു. ചേട്ടായിക്ക് പടക്കം പൊട്ടിക്കണമെന്ന് ഒരേ നിർബന്ധം. അപ്പോൾ കുറച്ചേ വാങ്ങിച്ചുള്ളൂ, ആരും ഇല്ലല്ലോ, നമ്മൾ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഒരുപാടൊന്നും വാങ്ങണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ നമ്മൾ പടക്കം പൊട്ടിക്കാൻ പോകും. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല പൊട്ടിക്കാൻ. പിന്നെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വല്ല സൗണ്ടും കേട്ടാൽ ഞെട്ടുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചേട്ടായിയുമായിട്ടാണ് ഞാൻ പോയി പൊട്ടിച്ചത്. ഇതിന് സൗണ്ടൊന്നും ഇല്ല, എന്നാൽ പോലും എനിക്ക് എന്തോ ഒരു ചെറിയൊരു ഉൾഭയം. അപ്പോൾ പടക്കമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് എനിക്കിതൊക്കെ പൊട്ടിക്കുമ്പോൾ എപ്പോഴും നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ചെറുപ്പകാലമാണല്ലോ നമ്മൾ ഓർക്കുക. ചെറുതിലെ കസിൻസൊക്കെ ആയിട്ട് പടക്കം പൊട്ടിച്ച് ഞങ്ങൾ മിക്കവാറും പാലക്കാടായിരിക്കും വിഷുവിൻ്റെ ആ സമയത്ത്, വെക്കേഷൻ സമയത്ത്. അപ്പോഴേ അങ്ങനെ അമ്മയും ഒരു പൂത്തിരി കത്തിച്ച്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മേളിൽ പോയി പൊട്ടുന്ന പടക്കം ഉണ്ടല്ലോ, അതും കൂടെ ലാസ്റ്റ് പൊട്ടിച്ച് ഈ വർഷത്തെ വിഷു ഞങ്ങൾ സമാപിച്ചതായിട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെ നല്ലൊരു വിഷു ആയിരുന്നു എല്ലാവരുമായിട്ട്. അപ്പോൾ ഈ വർഷത്തെ വിഷു കഴിഞ്ഞല്ലേ? ഇനി അടുത്ത വർഷം ആഘോഷിക്കാം നമുക്ക്. അപ്പോൾ ഈ വർഷം ചേച്ചിയും പിള്ളേരും എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു. അപ്പോൾ ഞങ്ങൾ കിടക്കട്ടെ, സമയം കുറേ ആയി. പടക്കമൊക്കെ പൊട്ടിച്ച് അപ്പോൾ കിടക്കാം അല്ലേ? ശരി, എന്നാൽ ഗുഡ് നൈറ്റ്. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. താങ്ക് യു.